ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അർച്ചന എല്ലാവരോടായി പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചു നേരം പുറത്തു നിൽക്ക്, എനിക്ക് രുക്കുവിനോട് മാത്രമായി സംസാരിക്കാനുണ്ട്, എന്നിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്ന് പറയാണ്. എല്ലാവരും തന്നെ എന്നിട്ട് പുറത്തേക്ക് നിൽക്കുകയാണ്. രുക്കു അപ്പോ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ചേച്ചിക്ക് എന്നോട് ചോദിക്കാനുള്ളതെന്ന്. അർച്ചന അപ്പൊ വേഗം തന്നെ പോയി വാതിലടയ്ക്കുന്നുണ്ട്. പുറത്തു നിന്നുകൊണ്ട് മഞ്ജു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അർച്ചന ചേച്ചി നമ്മളെല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് വാതിലടച്ചത് എന്ന് ചോദിക്കുമ്പോ അനന്തം പറയുന്നുണ്ട്, അവൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനായിരിക്കും ചേച്ചി അങ്ങനെ ചെയ്തത്. അവൾ അങ്ങനത്തെ പരിപാടിയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. അവൾക്ക് രണ്ടെണ്ണം കിട്ടേണ്ട ആവശ്യമുണ്ട്. നമ്മളെല്ലാവരെയും അല്ലേ അവളെ വിഷമിപ്പിച്ച് കളഞ്ഞത് എന്ന് അനന്തം പറയുമ്പോ വീണ്ടും മഞ്ജു ചോദിക്കുന്നുണ്ട്, അർച്ചന ചേച്ചി രുക്കുവിനെ അടിച്ചാൽ രുക്കു തിരിച്ചടിക്കൂ എന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഏട്ടത്തി വെറുതെ എഴുതാപ്പുറൊന്നും വായിക്കല്ലേ എന്ന് പറയുമ്പോ രമ്യ പറയുന്നുണ്ട്, രുക്കു ഇപ്പോ ആദ്യം മുകുന്ദേട്ടനെ കുഴപ്പത്തിലാക്കി, ഇപ്പൊ നമ്മളെല്ലാവരെയും കുഴപ്പത്തിലാക്കുന്ന പരിപാടിയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ അച്ചു തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കുഴപ്പത്തിലാക്കിയത് രുക്കു അല്ലല്ലോ മഞ്ജു ഏട്ടത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ഇപ്പൊ എന്താ എല്ലാം എന്റെ തലയിലേക്കാണ് ഇടുന്നത് എന്ന് ചോദിക്കുകയാണ്. അനന്തൻ അപ്പൊ പറയുന്നുണ്ട്, നിനക്കിത് എന്തിന്റെ ആവശ്യമാടി മഞ്ജു, വേണ്ടാത്ത കാര്യത്തിലൊക്കെ നീ എന്തിനാണ് ഇങ്ങനെ തലയിടുന്നത്, നീ നിന്റെ ഈ സ്വഭാവം മാറ്റണം, അതാണ് നിനക്ക് നല്ലതെന്ന് പറയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, എന്തായാലും അവളെ എനിക്ക് നല്ല പണിയാണ് തന്നത്, എന്നിട്ടിപ്പോ ആത്മഹത്യാശ്രമം നടത്തി എല്ലാവരെയും കേസിൽ കൊടുക്കാനാണ് അവൾ നോക്കുന്നത് എന്ന് മുകുന്ദൻ പറയുമ്പോ അനന്തൻ പറയുന്നുണ്ട്, ഇതെല്ലാം നമ്മളായതുകൊണ്ടാണ് ക്ഷമിക്കുന്നത്, വേറെ ഏതെങ്കിലും വീട്ടിൽ ഇതൊക്കെ നടക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, വേറൊരു വീട്ടിൽ നടക്കാത്തതാണല്ലോ ഇവിടെ നടക്കുന്നത്, അനിയന്റെ ഭാര്യയെ ചേട്ടൻ തല്ലുന്നു, എല്ലാവരുടെ അടുത്തായിട്ട് ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും എടുത്ത് തല്ലാനുള്ളതല്ല എന്റെ ഭാര്യ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്ന് പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ചേച്ചി തീരുമാനിച്ചോളും എന്ന് മുകുന്ദൻ പറയുമ്പോ അച്ചു വീണ്ടും തർക്കിക്കുന്നുണ്ട്. ചിന്നു അപ്പ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, ആദ്യം അമ്മയൊന്ന് രുക്കാൻഡിയോട് സംസാരിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താച്ച തീരുമാനിക്കാമെന്ന് പറയാണ്. അർച്ചനയാണെങ്കിൽ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ മിണ്ടാട്ടോ അല്ലേ, ഞാൻ ചോദിച്ചതിന് എന്താണ് മറുപടി പറയാത്തതെന്ന് ചോദിക്കുകയാണ്. രുക്കു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് മറുപടി പറയാനൊന്നുമില്ല, ചെയ്തു കാണിച്ചത് കണ്ടില്ലേ, എനിക്കെല്ലാം ചെയ്താണ് ശീലം, എന്നെ കൂടുതൽ വേദനിപ്പിച്ചാൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പറയുമ്പോ അർച്ചന ദേഷ്യപ്പെട്ടുകൊണ്ട്, നിർത്തടി, നീ പറയുകയല്ല ചെയ്യുകയാണ് ശീലം അല്ലേ, നീയൊരു കുന്തം ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, ആത്മഹത്യ ചെയ്യാനാണ് നിനക്ക് ഉദ്ദേശമെങ്കിൽ കഥ കടച്ചിരുന്ന് ഇത്രയും നേരമായിട്ട് നീ എന്താണ് അത് ചെയ്യാതിരുന്നത്, നീ ഈ കത്തിയെടുത്ത് കൊണ്ടുവന്നത് വെയിൻ കട്ട് ചെയ്യാനല്ലേ, കൈമുറിക്കുമ്പോഴുള്ള വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണോ നീ തൂങ്ങിച്ചാവാൻ കുരുക്കിട്ടത് എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, വെയിൻ കട്ട് ചെയ്താൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നെ രക്ഷിക്കും, അതുകൊണ്ടാണ് തൂങ്ങിച്ചാവാമെന്ന് വിചാരിച്ചത്, അതാവുമ്പോ നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാനായി കഴിയില്ലല്ലോ എന്ന് പറയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് കെട്ടിത്തൂങ്ങി ചാവാനാണോ അതോ ഊഞ്ഞാലാടാനാണോ നീ ഇത് കെട്ടിയതെന്ന് ചോദിക്കുകയാണ്. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുരുക്കിടുമ്പോ നിനക്ക് കുറച്ചുകൂടി മേലേക്ക് കെട്ടായിരുന്നോ, ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും മരിക്കില്ലല്ലോ എന്ന് അർച്ചന ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, അത് സമയമാവുമ്പോ കെട്ടിയാ മതിയല്ലോ എന്ന് പറയുമ്പോ അർച്ചനയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, നീ എന്നെ കൂടുതൽ സംസാരിച്ച് നാണം കെടേണ്ട, നിന്റെ നാടകം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, നിന്റെ ഈ ഷോ കണ്ട് ബാക്കിയുള്ളവരെല്ലാം പേടിച്ചിട്ടുണ്ടാവും, പക്ഷെ നിന്റെ അടവുകളൊന്നും എന്റെ അടുത്ത് നടക്കില്ല, നിന്റെ ഈ നാടകം കളിയിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, എത്ര അപമാനിക്കപ്പെട്ടാലും നീ ആ കടുങ്കൈ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായി, നിന്നോട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുന്നത് പോലെ നീ എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്, ആത്മഹത്യയുടെ പേരിൽ ഞങ്ങളെ കുടുക്കിയാൽ മുക്കുപണ്ടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമെന്നും കരുതണ്ട, അതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കില്ല മോളെ, നിന്റെ ഈ പ്രവൃത്തിയിൽ എന്ത് നന്മയാണുള്ളത്, ഇതിലൂടെ മറ്റുള്ളവർക്ക് തെറ്റായ സന്ദേശമല്ലേ നീ കൊടുക്കുന്നത്, ആത്മഹത്യയും ആത്മഹത്യാ ശ്രമമൊന്നും ജീവിതത്തിലെ ഒന്നിനും ഒരു പരിഹാരമല്ല, അതുകൊണ്ട് മേലിൽ ഇതുപോലുള്ള കണ്ണുകെട്ടുകളികൾ ഈ വീട്ടിൽ നീ ഇനി ആവർത്തിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. രുക്കു ആണെങ്കിൽ വീണ്ടും നാണം കെട്ടല്ലോ, എല്ലാം ചീറ്റിപ്പോയല്ലോ എന്ന് ആലോചിച്ച് നാണം കെട്ട് അങ്ങനെ റൂമിൽ നിൽക്കുകയാണ്. എല്ലാവരും തന്നെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. ചിന്നപ്പ ചോദിക്കുന്നുണ്ട്, അമ്മേ രുക്കു ആന്റി ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, അതിന് അവൾക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് മഞ്ജു അപ്പ ചോദിക്കുകയാണ്. രുക്കു ഇങ്ങനെ ചെയ്തതുകൊണ്ട് അത് വലിയൊരു പ്രശ്നാവില്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, അത് അവൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇനി അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് അർച്ചന പറയാണ്. അനന്തനപ്പ ചോദിക്കുന്നുണ്ട്, അവൾ എന്തിനാണ് ഇങ്ങനെ ഒരു കടുങ്കൈക്ക് ശ്രമിച്ചതെന്ന്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, അവളുടെ വീട്ടുകാർ കൊടുത്തത് മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞതിന്റെ നാണക്കേട് കൊണ്ട് ചെയ്തതാവുമെന്ന് പറയാണ്. അച്ചുവപ്പ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അവൾ ആരെയും ചതിക്കില്ല, അവൾക്കാണ് ചതി പറ്റിയതെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, ഇതില് രുക്കുവിന് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇതൊന്നും രുക്കു അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. അഞ്ചു ഇപ്പൊ പറയുന്നുണ്ട്,
പറയുന്നുണ്ട് അത് ശരിയാണ്, കയ്യിലുള്ളത് മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഇത് പണയം വെക്കാൻ തരില്ലായിരുന്നു എന്ന് പറയാണ്. ആഭരണങ്ങൾ കണ്ടപ്പോ തന്നെ അത് മുക്കുപണ്ടമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്തുകൊണ്ടാണ് രുക്കുവിനെ മനസ്സിലാവാതിരുന്നതെന്ന് അനന്തൻ ചോദിക്കുകയാണ്. ചുവപ്പ് ചോദിക്കുന്നുണ്ട് അത് കൊണ്ടുപോയവർക്കും മനസ്സിലാവേണ്ടതല്ലേ, മേട്ടത്തി എന്താണ് അത് തിരിച്ചറിയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ രമ്യ പറയുന്നുണ്ട് അത് മഞ്ജു ഏട്ടത്തിയല്ലേ എനിക്ക് തന്നത്, അപ്പൊ പിന്നെ എനിക്ക് സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട് വീണ്ടും എല്ലാവരും കൂടി രുക്കു ആന്റിയെ കുറ്റപ്പെടുത്തല്ലേ, ഇനിയും ചിലപ്പോ രുക്കു ആന്റി എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് രുക്കുവിനെ ഞാരും കുറ്റപ്പെടുത്തൊന്നും വേണ്ട, ചന്ദ്രകാന്തത്തിൽ നിന്ന് അവൾക്ക് കൊടുത്ത സ്വർണങ്ങൾ മുക്കുപണ്ടമാണെന്ന് അവൾക്കറിയില്ലായിരുന്നുവല്ലോ, സത്യം അറിയാതെയാണ് അവൾ ആ ആഭരണങ്ങൾ നമുക്കെടുത്ത് തന്നത്, അതുകൊണ്ട് രുക്കു ഇതിൽ തെറ്റുകാരിയല്ല, അവളെ ആരും കുറ്റപ്പെടുത്തുകയും വേണ്ട, തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്, നീ ഇവിടെ നടന്നതെല്ലാം നിങ്ങൾ അങ്ങ് മറന്നേക്ക്, ഇനി ഇതൊരു കരടായി നിങ്ങളുടെ മനസ്സിൽ കിടക്കണ്ട, നിങ്ങൾ ഒത്തൊരുമയോടെ സ്നേഹിച്ചും സന്തോഷിച്ചും ഇരിക്കുന്നതാണ് എനിക്ക് സന്തോഷം, നിങ്ങളുടെ സ്നേഹവും ഐക്യവുമാണ് എന്റെ സന്തോഷം, എന്റെ ശക്തി എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അർച്ചന അകത്തേക്ക് പോവുകയാണ്. ചിന്നു അപ്പോ 3 മാമമാരെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവരുടെ 3 പേരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ 3 പേരും പിണങ്ങരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. മുകുന്ദൻ അപ്പൊ തന്നെ അച്ചുവിനോട് സോറി പറയുന്നുണ്ട്. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ രുക്കുവിനെ തല്ലിപ്പോയതാണ്, എടാ സോറി എന്നൊക്കെ മുകുന്ദൻ പറയുന്നുണ്ടെങ്കിലും അച്ചു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ്. രമ്യ അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അച്ചുവിന്റെ പിണക്കൊന്നും മാറിയിട്ടില്ലെന്ന് പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട് സ്വന്തം ഭാര്യയെ വേറെ ആരെങ്കിലും തല്ലിയാൽ അത് അവര് മറക്കുവോ എന്ന് മഞ്ജു ചോദിക്കുകയാണ്. രാത്രിയിൽ അങ്ങനെ അച്ചു ഉറങ്ങാതെ ഇനിയും രുക്കു ഇതുപോലത്തെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യോ എന്ന് ആലോചിച്ച് പേടിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. രുക്കു ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്, അച്ചു ആണെങ്കിൽ എന്നിട്ട് എഴുന്നേറ്റുകൊണ്ട് രുക്കുവിന് ബ്ലാങ്കറ്റ് ഒക്കെ പുതപ്പിച്ചുകൊണ്ട് രുക്കുവിന്റെ തലയിൽ അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. രുക്കു എന്നിട്ട് പെട്ടെന്ന് അച്ചുവിനോട് എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി അച്ചു, നീ എന്താ ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്, നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോ രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവന്റെ മൈൻഡ് മാറിയെന്ന് തോന്നുന്നു, എന്തായാലും ഇത് കിട്ടിയ അവസരമാണെന്ന് ആലോചിച്ച് രുക്കു അങ്ങനെ പറയുന്നുണ്ട് അച്ചു നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന് തോന്നുന്ന നിമിഷം ഞാൻ മരിക്കുമെന്നൊക്കെ പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരിക്കുന്ന കാര്യമൊക്കെ പറയുന്ന രുക്കു, നീ അങ്ങനെയൊന്നും ചെയ്യരുത്, നീ മരിച്ചാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് എന്നെല്ലാം അച്ചു പറയുമ്പോ രുക്കു പറയുന്നുണ്ട് നീ ശരിക്കും എന്നെ പേടിക്കുന്നുണ്ടോ അച്ചു, ഞാൻ ഇല്ലാതായാൽ നിനക്ക് അത്രയും സുഖമായില്ലേ, നിന്റെ വീട്ടുകാർക്കും നിനക്കും യോജിച്ച ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട് നീ അങ്ങനെ പറയല്ലേ, നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, നിന്നെ നഷ്ടമാകുമോ എന്ന് മാത്രമല്ല നീ എന്തെങ്കിലും കണുകൈ ചെയ്താൽ എന്റെ ഭാവി ഇല്ലാതാവില്ലേ, എന്റെ SI സെലക്ഷന്റെ അവസാന ഘട്ടത്തിലാണ് ഞാനിപ്പോൾ, ആ സമയത്ത് നീ ഇങ്ങനെയെല്ലാം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഞാൻ പെട്ടുപോവില്ലേ എന്നെല്ലാം അച്ചു പറയുമ്പോ രുക്കു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഓ അപ്പോ അതാണല്ലേ നിന്റെ പ്രശ്നം എന്ന് ചിന്തിച്ചുകൊണ്ട് അച്ചുവിനോട് പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല അച്ചു, എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ എന്റെ കൺട്രോൾ പോവും, പിന്നെ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് പോലും കഴിയില്ല, ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്, അങ്ങനെ ഒരു മനസ്സാണ് എന്റേത്, ആത്മഹത്യ ചിന്ത എനിക്ക് പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ളതാണ്, സഹിക്കാൻ കഴിയാതെ വന്നാ പെട്ടെന്ന് മരിക്കണമെന്ന് തോന്നും, ഞാൻ അങ്ങനെ ആയിപ്പോയി, ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രുക്കു അച്ചുവിന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കുകയാണ്. അച്ചു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ പേടിക്കുന്നുണ്ട്. രുക്കു എന്നിട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ കിടക്കുകയാണ്. അച്ചു എന്നിട്ട് കിടന്നുകൊണ്ട് വീണ്ടും രുക്കുവിനോട് ചോദിക്കുന്നുണ്ട് രുക്കു നീ ഇപ്പൊ പറഞ്ഞതല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട് അതെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, നീ എന്നെ തള്ളി പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയാൽ പിന്നെ എനിക്ക് മരിക്കുക എന്നുള്ളതെ വേറൊരു വഴിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രുക്കു അങ്ങനെ അച്ചുവിന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ഏറ്റു എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ചിരിച്ചു കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ചന്ദ്രയാണെങ്കിൽ അങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ കോഫിയും കുടിച്ചുകൊണ്ട് വരുന്നത്. വിജയ് ശങ്കർ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ഇപ്പോഴും രുക്കുവിന്റെ ആ ബാക്കിയുള്ള മുക്കുപണ്ടങ്ങൾ അവളടുത്ത് തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതെ അത് അവിടെ തന്നെ സേഫ് ആയിട്ടുണ്ടെന്ന് പറയാണ്. വിജയ് ശങ്കർ ഇപ്പൊ പറയുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇനിയും അമ്പാട്ടിലേക്ക് പോവാനോ, എനിക്ക് അങ്ങോട്ടേക്ക് പോവാൻ കഴിയില്ല, ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ അർച്ചനയുടെ മുഖത്ത് ഞാൻ കൈവയ്ക്കുമെന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട് ഇതിനു വേണ്ടി നീ അങ്ങോട്ടേക്ക് പോവണമെന്നില്ല, രുക്കുവിനോട് എത്രയും പെട്ടെന്ന് തന്നെ ആ മുക്കുപണ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ പറയണം, ഇനിയും അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്, നമുക്ക് തൊണ്ടി മുതൽ കോടതിയിലുള്ള സ്ഥിതിക്ക് മുകുന്ദന് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്, രുക്കുവിനെ തല്ലിയ മുകുന്ദനെ ഞാൻ ജയിലിലിടും, അതേസമയം അർച്ചന ബാക്കിയുള്ള ആ മുക്കുപണ്ടങ്ങൾ കോടതിയിൽ എത്തിച്ചാൽ കളി മാറും, പിന്നീട് മുകുന്ദനെ ഈസി ആയിട്ട് അവൾക്ക് രക്ഷിക്കാൻ കഴിയും, ഇത് ചിലപ്പോൾ നമുക്ക് കുരുക്കാവും, ഇങ്ങനെയും എത്രയും പെട്ടെന്ന് അമ്പാട്ടിൽ നിന്ന് ആ മുക്കുപണ്ടങ്ങളെല്ലാം
എല്ലാം മാറ്റണം. പിന്നീട് ഇതിന്റെയൊന്നും സോഴ്സ് തെളിയിക്കാൻ കഴിയാതെ മുകുന്ദനെ ആ കേസിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അർച്ചന ഈ കേസിൽ തോൽക്കും. സ്വന്തം സഹോദരന്റെ കേസിൽ തന്നെ അവൾക്ക് ആദ്യ തോൽവിയുണ്ടാവും. ഇതിന് ആണ് ഈ മുക്കുപണ്ടങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞത്. അതിലൊരു മുക്കുപണ്ടവും പോലും അവിടെ ബാക്കി ഉണ്ടാവാൻ പാടില്ല എന്നെല്ലാം വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഒരെണ്ണം പോലും അവിടെ ഉണ്ടാവില്ല. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ രുക്കുവിനോട് അതെല്ലാം മാറ്റാൻ പറയാം. രുക്കുവിനെ തല്ലിയ മുകുന്ദനെ ജയിലിലാക്കാൻ വേറൊരു വഴിയും നമ്മുടെ മുന്നിലില്ലല്ലോ. എന്നാ പിന്നെ ഇതിന്റെ പേരിലെങ്കിലും അവൻ അകത്ത് കിടക്കട്ടെ. വിജയേട്ടൻ ധൈര്യമായി കേസ് നടത്തിക്കോ. തൊണ്ടി മുതൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നെടുത്ത് കുഴിച്ചുമൂടുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഇന്ന് തന്നെ അതെല്ലാം ചെയ്യണമെന്ന്. അങ്ങനെ ചന്ദ്ര രുക്കുവിനോട് വിളിച്ച് കാര്യങ്ങൾ പറയാണ്. രുക്കു എന്നിട്ട് വേഗം തന്നെ അലമാറയിൽ പോയി ആ മുക്കുപണ്ടങ്ങൾ നോക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ആ മുക്കുപണ്ടങ്ങൾ കാണുന്നില്ല. രുക്കു ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും ആ മുക്കുപണ്ടങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചു വരുന്നത്. നീ എന്താണ് ഇത് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, എന്റെ ആഭരണങ്ങളെല്ലാം ഇതിനകത്താണല്ലോ വെച്ചത്, അതൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോ അച്ചു ചോദിക്കുന്നുണ്ട്, അതെല്ലാം നിന്റെ വീട്ടുകാർ തന്ന മുക്കുപണ്ടങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പ പറയുന്നുണ്ട്, ഇതേ അച്ചു, എന്റെ വീട്ടുകാരെ അതിന്റെ പേരിൽ ആക്ഷേപിക്കരുത്. ഒറിജിനൽ സ്വർണം ബുദ്ധിയുള്ളവരാരും വീട്ടിൽ സൂക്ഷിക്കില്ല. അതുകൊണ്ട് ചിലപ്പോ ലോക്കറിൽ വെച്ചതായിരിക്കും. ഇഞ്ഞു നടക്കാൻ ഗോൾഡ് കവറിങ് ആയാലും മതിയല്ലോ. കള്ളന്മാര് കൊണ്ടുപോയാലും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് എന്റെ വീട്ടുകാരെ അതെല്ലാം കൊണ്ടുപോയി ബാങ്ക് ലോക്കറിൽ വെച്ചതെന്ന് രുക്കു പറയാണ്. ചുവപ്പ് പറയുന്നുണ്ട്, എന്തായാലും നിന്റെ വീട്ടുകാരുടെ അതിബുദ്ധി കൊള്ളാമെന്ന് രുക്കു അപ്പ ചോദിക്കുന്നുണ്ട്. അതിരിക്കട്ടെ, ആ സ്വർണങ്ങൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അച്ചുവപ്പ പറയുന്നുണ്ട്, അതിഞ്ഞ് നീ അന്വേഷിക്കണ്ട, ആ ആഭരണങ്ങളെല്ലാം എടുത്ത് ഞാന് ചേച്ചിക്ക് കൊടുത്തു എന്ന് പറയാണ്. രുക്കു അപ്പൊ ആകെ ഷോക്കാവുന്നുണ്ട്. നീ എന്തിനാണ് അതെല്ലാം ചേച്ചിയുടെ അടുത്ത് എടുത്തു കൊടുത്തത്? എന്റെ ആഭരണങ്ങൾ എന്നോട് ചോദിക്കാതെ നീ എന്തിനാണ് ചേച്ചിയുടെ അടുത്ത് എടുത്തു കൊടുത്തത്? എന്നെയും എന്റെ വീട്ടുകാരെയും കുഴി ചാടിക്കാനാണോ നീ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അച്ചുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. രുക്കു ആണെങ്കിൽ അർച്ചനയുടെ അടുത്ത് ആ മുക്കുപണ്ടങ്ങൾ ചോദിക്കാനായി പോവാൻ നിൽക്കുകയാണ്. അച്ചു അപ്പൊ രുക്കുവിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന ഒരു പേപ്പറുമായി വരുന്നത്. അർച്ചന ഇപ്പൊ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ആ മുക്കുപണ്ടങ്ങൾക്ക് വേണ്ടി നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അത് സ്വർണ്ണമൊന്നല്ലല്ലോ, മുക്കുപണ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്തായാലും അതിന്റെ ആവശ്യമില്ലല്ലോ, എനിക്കത് തിരിച്ചു വേണമെന്ന് പറയാണ്. അർച്ചന ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ മുക്കുപണ്ടങ്ങൾ കൊണ്ട് എന്താണ് ആവശ്യം? നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് ചോദിക്കുമ്പോ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് രുക്കു പറയുന്നുണ്ട്, അയ്യേ എനിക്ക് ടെൻഷനൊന്നുമില്ല, എനിക്ക് ആഭരണങ്ങൾ തിരികെ കിട്ടണമെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, അതെന്റെ കയ്യിൽ ഇരിക്കട്ടെ, അതെനിക്ക് തിരികെ തരാൻ സാധ്യമല്ല. മുകുന്ദന്റെ കേസ് കോടതിയിൽ കിടക്കുകയല്ലേ, ഇതുവരെയും തീർപ്പായിട്ടില്ല. അവൻ ചെയ്യാത്ത തെറ്റിനാണ് കുറ്റാരോപിതനായിരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ നിരപരാധിത്വം തെളിയിച്ചല്ലേ പറ്റൂ. ഇതിന് നിന്റെ കൈവശമുള്ള ആഭരണങ്ങൾ കൂടി ആവശ്യമുണ്ട് എന്ന് അർച്ചന പറയുമ്പോ രുക്കു മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവര് കുഴിച്ച കുഴിയിൽ അച്ചു മാത്രമല്ലല്ലോ വീണിരിക്കുന്നത്, ഞാനും എന്റെ വീട്ടുകാരും വീണിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നീ ചെയ്യാനുണ്ട്, ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ഒരു വെള്ള പേപ്പർ രുക്കുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അച്ചു അപ്പോ ഇതെന്താണ് ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, മുകുന്ദൻ മാത്രമല്ല രുക്കുവും കുറ്റക്കാരിയല്ലെന്ന് തെളിയിക്കണ്ടേ, അതിനുവേണ്ടി ഈ സാക്ഷ്യപത്രത്തിൽ രുക്കു ഒപ്പിട്ട് തരണം എന്ന് അർച്ചന പറയുമ്പോ രുക്കു ആകെ പേടിച്ച് ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.